ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് മുഴുവൻ അഭിപ്രായ വ്യത്യാസത്തിൽ അവരെ മുഴുവൻ ഞാൻ ഭത്സിച്ച് എൻ്റെ കുട്ടി ഉണ്ടായപ്പോൾ തന്നെ ഞാൻ കുട്ടിയോട് പറയുകയാണ്, നീ വല്യച്ഛനെ വിശ്വസിക്കരുത്, നീ കൊച്ചച്ഛനെ വിശ്വസിക്കരുത്, നീ ചിറ്റയെ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ച് മുമ്പോട്ട് പോയാൽ ഇവരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും എന്താണ് ചെയ്യാനുണ്ടാവുക? നമുക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകും. കാരണം അവർ കണ്ടു വളർന്നത് നമ്മുടെ തലമുറയിൽ നിന്നാണ്. നമ്മളെങ്ങനെ പെരുമാറി എന്നനുസരിച്ചിട്ട് മാത്രമേ അവരും പെരുമാറിയുള്ളൂ. അവർക്കും സ്വാഭാവികമായിട്ടും അവർക്കും താല്പര്യം ഉണ്ടാവും അവരുടെ കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന്. പക്ഷേ അവരും പെരുമാറുന്നത് ഇൻഡിഫറൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടുന്നെങ്കിലും ഒരു ആരംഭം കുറിക്കണം. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ നമുക്ക് എങ്ങനെ വാല്യൂ ചെയ്യാൻ കഴിയണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമുക്ക് രക്തബന്ധങ്ങളെ നമ്മൾ എത്ര കണ്ട് വാല്യൂ ചെയ്യുന്നു, ആ വാല്യൂ ചെയ്യുന്ന പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കി അവരോട് പെരുമാറുന്നതനുസരിച്ചിട്ട് അത് കണ്ട് നമ്മുടെ കുട്ടികൾ വളരണം. ആ കുട്ടികൾ വളരുമ്പോൾ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അവരെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ഈ ബാറ്റൺ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്, നിങ്ങൾ ഈ കൾച്ചർ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. ബന്ധങ്ങളാണ് നമ്മുടെ നിലനിൽപ്പ്. ആ ബന്ധങ്ങളിൽ നിന്ന് വേണം നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ കാണാൻ വേണ്ടി. നമുക്ക് കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുമ്പോഴാണ് നമുക്ക് വിലയുണ്ടാവുന്നത് എന്ന് നമുക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കാലഘട്ടങ്ങളോടും തന്നെ മുമ്പോട്ട് പോയേക്കാം.